അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കുക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാന്നുള്ള വെറൈറ്റി ഒരു ഐറ്റമാണ് ഗൈസ്. നമ്മുടെ ബീഫിൻ്റെ നാക്കാണ് കേട്ടോ ഗൈസ്. നമുക്ക് ബീഫിൽ ഏകദേശം ഒരു 1.5 കിലോളം നമുക്ക് നാക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ നാക്ക് മാത്രം നമ്മൾ ഉണ്ടാക്കാണ്ട് വെച്ചാൽ നമുക്ക് സവാള, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളകും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാലയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ കണക്കാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് സവാളയും കാര്യങ്ങളൊക്കെ വാട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4 വിസിൽ കേൾക്കട്ടെ, നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മുളക് പൊടി മസാലാസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കേട്ടോ. അവസാനം നമുക്ക് ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേണ്ടി വന്നു കേട്ടോ. നമുക്ക് ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നാക്കും കാര്യങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കുക്ക്. നമുക്ക് സ്റ്റോക്ക് വാട്ടർ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് മസാലകൾ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സ്റ്റോക്ക് വാട്ടർ ഫൈനൽ നമ്മൾ നാക്കും കാര്യങ്ങളൊക്കെ ചെത്തി മിനിക്ക് റെഡിയാക്കി കേട്ടോ. നല്ല അടിപൊളി മീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. കേട്ടോ നമ്മുടെ കേക്കിൻ്റെ സ്ലൈസൊക്കെ കട്ട് ചെയ്യില്ല അതേമാതിരി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മീറ്റാണ് ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ പാർട്ടാണ്. അടിപൊളി ഒരു പാർട്ടാണ്. എന്തായാലും ഒന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ബീഫ് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഒന്നും അറിയാത്തതാണ്. അത് നമ്മൾ എന്തായാലും ഇതിൻ്റെ നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ടോ. നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ സ്ലൈസ് ചെയ്യണമല്ലോ. നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മീറ്റിൻ്റെ ആ ഒരു ടെൻഡർനെസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. കുക്കായിട്ടുണ്ട്. പെട്ടെന്ന് കുക്കാവുന്ന ഒരു മീറ്റാണ് ഗൈസ്. അറൗണ്ട് ഒരു 4 to 5 വിസിലൊക്കെ ആയിട്ടാവും കേട്ടോ നമുക്ക് ഇതിൻ്റെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അത്ര ആക്കിയിട്ടില്ല. ഒരു മീഡിയം ലെവലിൽ. കാരണം നമുക്ക് ഇനിയും മേക്ക് ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് മസാലസറിന് കൂടെ വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ അതിനൊരു ഹാഫായിട്ട് വേവിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒത്തി നോക്കി ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഒരു മീറ്റിൻ്റെ അത് നോക്കി. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മൾ കൊത്തി നുറുക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നേരെ നമ്മൾ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇനി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. നമുക്ക് തുറന്ന് വെച്ച് കുറച്ചിന് വേവിക്കാം കേട്ടോ. അത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റണം. അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഫൈനൽ നമുക്ക് നമ്മുടെ ബീഫിൻ്റെ നാക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീണ്ടും കാണാം. അതുവരെ ബൈ.